അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് രാവിലെ നടന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കല് ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഈ തസ്തികയിലേക്കുള്ള പരീക്ഷയുടെ വിശദമായ ഒരു അവലോകനവും അതുപോലെ തന്നെ കട്ട് ഓഫ് മാർക്ക് എത്ര വരും, ഷോർട്ട് ലിസ്റ്റ് എന്നാണ് പ്രസിദ്ധീകരിക്കുന്നത്, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ആദ്യം നമുക്ക് പരീക്ഷയെക്കുറിച്ച് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് വിശദമായിട്ട് ഒരു അവലോകനം നടത്താം. ഇന്നത്തെ പരീക്ഷയുടെ രീതി, അതായത് നിലവാരം ഓവറോൾ നോക്കിയാൽ ഒരു ഡിഫിക്കൽട്ടി ലെവലാണ് ഇന്നത്തെ പരീക്ഷ എന്ന് പറയുന്നത്. അതായത് മോഡറേറ്റ് ടു ഹൈ ലെവൽ, മിതമായ ത്തിൽ നിന്ന് ഉയർന്ന നിലവാരം ഇന്നത്തെ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പരീക്ഷയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ചോദ്യങ്ങളുടെ രീതി നമുക്ക് നോക്കിയാൽ കേവലം നേരിട്ടുള്ള ഡയറക്റ്റ് ചോദ്യങ്ങൾക്ക് പുറമെ കണക്കുകൂട്ടലുകളൊക്കെ അടങ്ങിയ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ്, ആശയപരമായ അറിവ് പരിശോധിക്കുന്ന കൺസെപ്ച്വൽ സ്റ്റേറ്റ്മെന്റ്സ്, അസേർഷൻ, റീസൺ മാതൃകകളുടെ ചോദ്യങ്ങൾ എന്നിവയും ധാരാളമായിട്ട് ഉണ്ടായിരുന്നു. ടൈം മാനേജ്മെന്റ് പോലുള്ള കാര്യങ്ങൾ വളരെയധികം കീപ്പ് ചെയ്യേണ്ട ഒരു പരീക്ഷയായിട്ട് വേണം ഇന്നത്തെ പരീക്ഷയെ കണക്കാക്കാൻ. കാരണം പല ഉദ്യോഗാർത്ഥികൾക്കും പരീക്ഷ കഴിഞ്ഞപ്പോൾ പല ഉദ്യോഗാർത്ഥികൾക്ക് സമയം തികഞ്ഞില്ല എന്നൊരു അഭിപ്രായം രേഖപ്പെടുത്തിയതിന്റെ ഒരു വിലയിരുത്തലിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഞാൻ പറയാൻ കാരണം. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനത് കുറെ കാര്യങ്ങൾ ചോദ്യങ്ങളുടെ സ്വഭാവം, അതായത് തെർമോഡൈനാമിക്സ് ആൻഡ് ഹീറ്റ് ട്രാൻസ്ഫർ അടിസ്ഥാന നിയമങ്ങൾ, സാങ്കേതിക സൂത്രവാക്യങ്ങൾ, ചെറിയ പ്രോബ്ലംസ്, ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ്, സൈക്കിൾസ് എന്നിവയിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസ്, ബെർണോളിസ് തിയറം, ഫ്ലോ മെഷർമെന്റ് ഡിവൈസ്, ടർബൈൻസ് ആൻഡ് പമ്പ്സ് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നും ചോദ്യങ്ങളും വളരെയധികം കുഴപ്പിക്കുന്ന ചോദ്യങ്ങളായിട്ട് വേണം കരുതാൻ. കൂടാതെ ഈ തിയറി ഓഫ് മെക്കാനിക്സ് ആൻഡ് മെഷീൻ ഡിസൈൻ ആൻഡ് ഗിയർ ട്രെയിൻസ്, ഫ്ലൈ വീൽസ്, ഫാസ്റ്റനേഴ്സ്, വെൽഡഡ് ജോയിന്റ്സ് എന്നീ കേന്ദ്രീകരിച്ചുള്ള ചോദ്യങ്ങളും വളരെയധികം ഹൈ ലെവൽ ആയിട്ടുള്ള ചോദ്യങ്ങളായിട്ടാണ് കണക്കാക്കാനുള്ളത്. കാരണം ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ എഴുതി വച്ചിട്ടുണ്ട്, അതാണ് ഞാൻ അതിൻ്റെ അകത്ത് ശ്രദ്ധിക്കുന്നത്. അതുപോലെ തന്നെ പ്രധാന വിലയിരുത്തലുകൾ എന്ന് പറഞ്ഞാൽ മുൻവർഷ ചോദ്യങ്ങൾ, അതായത് മുൻകാല PSC AE പോലുള്ള തസ്തികകളിലേക്കുള്ള ചോദ്യങ്ങളുടെ അടിസ്ഥാന ചോദ്യങ്ങളുടെ മാതൃക പിന്തുടർന്നിട്ടുണ്ടെങ്കിലും ആവർത്തന ചോദ്യങ്ങളുടെ, അതായത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിന്റെ എണ്ണം മുൻപത്തേതിനേക്കാൾ കുറവായിരുന്നു. പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾ കൃത്യമായിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ, തെറ്റായ പ്രസ്താവന ഏത്, ശരിയായ ജോഡി എന്ന് കണ്ടെത്തുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ സിലബസിന്റെ എല്ലാ പ്രധാന ഭാഗങ്ങളിൽ നിന്നും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിന്റെ പരീക്ഷയെ സംബന്ധിച്ച്, ഇതിന്റെ പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ചോദ്യപേപ്പറിന്റെ ഉയർന്ന സാങ്കേതിക നിലവാരവും നെഗറ്റീവ് മാർക്ക് സാധ്യതയും കണക്കിലെടുക്കുമ്പോൾ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ ശരാശരി നല്ല അറ്റംപ്റ്റ്, അതായത് 65-നും 75-നും ഒക്കെ ഇടയിലാണ്. റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന സ്ഥാനത്ത് എത്താൻ 60-ന് മുകളിൽ കൃത്യമായ സ്കോർ നേടുന്നത് വളരെയധികം സഹായകരമായിരിക്കും. ഇതിന്റെ പ്രൊഫഷണൽ ആൻസർ കീ തൊട്ടടുത്ത ദിവസം തന്നെ PSC പ്രസിദ്ധീകരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ പ്രൊഫഷണൽ ആൻസർ കീ പ്രസിദ്ധീകരിക്കുന്ന അവസരത്തിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഷോർട്ട് ലിസ്റ്റിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ ഏകദേശം 120 ദിവസത്തിനുള്ളിൽ തന്നെ ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന ഒരു രീതിയാണ് PSCയിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മറ്റു തടസ്സങ്ങളൊന്നും ഉണ്ടായില്ല എങ്കിൽ ഉടൻ തന്നെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ ഇതിന്റെ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ എണ്ണത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 7392 പേരാണ് AE മെക്കാനിക്കൽ ഉണ്ടായിരുന്നത്, അതായത് 541/2025. അതുപോലെ തന്നെ ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ്, അതായത് 697/2025, അവിടെ 4381 പേരാണ് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തത്. എന്നാൽ ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് 72-73% ഉദ്യോഗാർത്ഥികളാണ് പരീക്ഷയ്ക്ക് ഹാജരായിട്ടുണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ പൊതുവെ പരീക്ഷയെ സംബന്ധിച്ച് ഒരു വിശദമായ അവലോകനവും എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്നോട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.